നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ തടവിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ ബന്ദികൾ അവിടെ ഉണ്ട്. അതിൽ പകുതി പേരെ മാത്രമാണ് ഹമാസ് വിട്ടയച്ചിട്ടുള്ളത്. ബാക്കി പേരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബന്ദികളുടെ മോചനം വൈകിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഹമാസിന്റെ കയ്യിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ബന്ദികൾ അന്ന് ഇറങ്ങിയ സമയത്ത് അധികം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അധികം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹമാസിന്റെ തടവിലായിരിക്കെ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഭിഭാഷകയായിട്ടുള്ള ഒരു യുവതി. താൻ ബന്ദിയാക്കപ്പെട്ടതിന് പിന്നാലെ നിരന്തരമായി പീഡനത്തിന് ഇരയായെന്നാണ് 40 വയസ്സുകാരിയായ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 55 ദിവസത്തിന് ശേഷം ഹമാസിന്റെ തടവിൽ നിന്ന് മോചിതരായ 100-ലധികം ബന്ദികളോടൊപ്പമാണ് ഇവർ പുറത്തു വന്നത്. എന്നാൽ ഇത് ആദ്യമായാണ് ഒരു ഇസ്രായേൽ വനിത ഹമാസിനെതിരെ പരസ്യമായി ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബന്ദിയാക്കപ്പെട്ട കാലയളവിൽ ഹമാസിന്റെ ആളുകൾ തന്നെ മർദ്ദിച്ചതായും ഈ ഒരു യുവതി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഹമാസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോഴും അതിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ലെന്നും അഭിഭാഷക വ്യക്തമാക്കി. ഗാസയിൽ ഒരു വീട്ടിൽ തടവിലായിരിക്കെ മുഹമ്മദ് എന്ന ഒരാൾ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു യുവതിയുടെ വെളിപ്പെടുത്തൽ. ഇയാൾ തന്റെ ഷർട്ട് പൊക്കി നോക്കുന്നത് പതിവായിരുന്നെന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുതൽ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നും ഇവർ ആരോപിച്ചു. നേരത്തെ യുവതിയെ ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ബന്ദികളാക്കിയവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ ഹമാസ് തോക്കുധാരികൾ മർദ്ദിക്കുന്നതും ഈ വീഡിയോയിൽ കാണാം. കുളിക്കാൻ പോകാൻ അനുവദിച്ചുകൊണ്ട് തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങല അഴിച്ച ശേഷം മുഹമ്മദ് ആക്രമിച്ചതായും അഭിഭാഷക പറയുന്നു. അയാൾ എന്നെ കുളിക്കാൻ കൊണ്ടുപോയി ഇരുത്തി, ആക്രമണത്തെ എതിർക്കാൻ ശ്രമിച്ച് എന്നെ മർദ്ദിച്ചുകൊണ്ടിരുന്നു, തോക്കിൻ മുനയിൽ നിർത്തി എന്നെ കിടപ്പുമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് യുവതി മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും അവർ ആരോപിച്ചു. തന്റെ ആർത്തവ സമയം എപ്പോഴാണെന്ന കാര്യവും അയാൾ നിരന്തരം ചോദിച്ചിരുന്നുവെന്നും അടിവസ്ത്രം മാത്രം ധരിച്ച് തന്റെ മുറിയിലേക്ക് ഇടയ്ക്കിടെ അയാൾ എത്തുമായിരുന്നുവെന്നും യുവതി കൂട്ടിച്ചേർത്തു. അതേസമയം പീഡനത്തിന് ശേഷം ഇക്കാര്യങ്ങളൊന്നും ഇസ്രായേലിനെ അറിയിക്കരുതെന്നും മുഹമ്മദ് ഇവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ച യുവതിക്ക് നേരെ വീണ്ടും അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു. 6ഓളം സ്ഥലങ്ങളിൽ നിന്നായി അടുത്ത ആഴ്ചകളിൽ 1-ലധികം ഗാർഡുകൾ തന്നെ ആക്രമിച്ചതായി ഇവർ ആരോപിക്കുന്നു. എന്നാൽ ഇസ്രായേൽ വനിതയുടെ ഈ വെളിപ്പെടുത്തൽ ഹമാസ് അംഗീകരിച്ചിട്ടില്ല. ബന്ദികളാക്കിയവരിൽ ചിലർ ലൈംഗിക അതിക്രമത്തിന് ഇരയായതെന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിനെയും ഈ മാസം ആദ്യം ഹമാസ് എതിർത്തിരുന്നു. ഈ കഥ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇത് ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ രൂപകൽപ്പന ചെയ്തതാകാം. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരം, പ്രത്യേകിച്ച് സ്ത്രീയുടേത്, പവിത്രമാണെന്നാണ് ഹമാസ് വക്താവ് ബാസെം നെയിം പ്രതികരിച്ചത്. ഇസ്രായേലിലെ 130ഓളം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം.